കഥ പറയൽ മത്സരത്തിന് അനുവദിച്ചിട്ടുള്ള സമയം 5 മിനിറ്റാണ്. 4 മിനിറ്റിൽ വാണിംഗ് ബെല്ലടിക്കും. പിന്നെ 1 മിനിറ്റ് കൊണ്ട് വൈൻഡപ്പ് ചെയ്താൽ മതി. ബെല്ലടിച്ച ഉടനെ ആരും എന്ത് ചെയ്യണ്ട, ബെല്ലടിച്ച് എന്നുള്ളത് കൊണ്ട് വൈൻഡപ്പ് ചെയ്യേണ്ടതില്ല. 1 മിനിറ്റ് സമയമുണ്ട്, അത് കൃത്യമായി വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും. ഏറെ ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ സുഹൃത്തു സഹപാഠികളെ, ഈ പ്രൗഢമായ വേദിയിൽ ഒരു കൊച്ചു കഥ ഞാൻ പറയാം. നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഒരു ഈദ് ദിനം ആയിരുന്നു. മദീനയുടെ തെരുവുകൾ മുഴുവൻ സന്തോഷത്താൽ നിറഞ്ഞിരുന്നു. കുട്ടികളെല്ലാവരും പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് കളിക്കുകയായിരുന്നു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയ ബാലനെ കോണിലിരിക്കുന്നത് കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ അടുത്ത് ചെന്നു സ്നേഹത്തോട് ചോദിച്ചു, മകനെ, നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? അവൻ കണ്ണീരോടെ പറഞ്ഞു, നബിയെ, എനിക്ക് ഉപ്പയും ഉമ്മയും ഇല്ല, പുതിയ വസ്ത്രങ്ങളോ സമ്മാനങ്ങളോ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവന്റെ സ്നേഹത്തോടെ അവന്റെ തലയുടെ കേശം തൊട്ട് പറഞ്ഞു, മകനെ, നീ വിഷമിക്കേണ്ട, ഞാൻ തന്നെയാണ് നിന്റെ ഉപ്പ. ആയിഷ നിന്റെ ഉമ്മയും ഫാത്തിമയാണ് നിന്റെ സഹോദരി. അവൻ അത് കേട്ടപ്പോൾ സന്തോഷത്തോടെ ചിരിച്ചു, കണ്ണീരൊപ്പി. മറ്റു കുട്ടികളോടൊപ്പം അവനും കളിക്കാൻ പോയി. അന്നു മുതൽ അവൻ ഒരിക്കലും ഏകാന്തനല്ലെന്ന് തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും സ്നേഹത്തോടെയും കരുണയോടും ജീവിച്ച മഹാനാണ്. അവിടുന്ന് നമ്മെ പഠിപ്പിച്ചത് ദരിദ്രരെയും അനാഥരെയും സ്നേഹിക്കണം, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം. നമ്മളും നമ്മുടെ നബി പഠിപ്പിച്ച വഴിയിൽ നടക്കണം. നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. ജൂനിയർ വിഭാഗം സ്റ്റോറി ടെല്ലിംഗ് കോമ്പറ്റീഷൻ തുടരുന്നു. കോഡ് ലെറ്റർ ബി ഓൺ ദി സ്റ്റേജ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾക്ക് കേൾക്കാം നമ്മുടെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്നൊരു മനോഹര കഥ. ഒരു ദിവസം മദീനയിൽ ഒരു ചെറിയ ബാലനുണ്ടായിരുന്നു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദിൽ പതിവായി വന്നു പോകുമായിരുന്നു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭയങ്കര സ്നേഹിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവനെയും ഭയങ്കര സ്നേഹിച്ചിരുന്നു. പക്ഷേ ഒരു ദിവസം അവനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എൻ്റെ ചെറിയ സുഹൃത്ത് എവിടെ? ഞാൻ അവനെ കാണുന്നില്ലല്ലോ. സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അവൻ രോഗിയാണ്. അത് കേട്ടപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവന്റെ വീട്ടിലേക്ക് പോയി. അവന്റെ തലയിൽ കൈവച്ചു അവന് വേണ്ടി ദുആ ചെയ്തു. അവന് എത്ര സന്തോഷമായിരുന്നു അറിയോ? കാരണം സ്വയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവന്റെ വീട്ടിലേക്ക് വന്നു. അവനെ ആശ്വസിപ്പിച്ചു. അവനോട് പറഞ്ഞു, അള്ളാഹു നിനക്ക് സുഖം നൽകട്ടെ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവന് സുഖം പ്രാപിച്ചു. അവൻ വീണ്ടും മസ്ജിദിലേക്ക് പോകാൻ തുടങ്ങി. അവന്റെ മുഖം സന്തോഷത്തിൽ തിളങ്ങിയിരുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഈ കഥ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയൊരു നേതാവായിട്ടും ചെറിയ കുട്ടികളോട് സ്നേഹം കാണിച്ചിരുന്നു. അദ്ദേഹം എല്ലാവരോടും കരുണയോടെ പെരുമാറും. ഈ കഥ നമ്മോട് പറയുന്നു, സ്നേഹം, കരുണ, ദയ എന്നിവയാണ് ഒരു മുസ്ലിമിന്റെ അലങ്കാരം. ഈ കഥ നമ്മോട് പറയുന്നു, സ്നേഹം, ദയ, കരുണ എന്നിവയാണ് ഒരു മുസ്ലിമിന്റെ അലങ്കാരം.
എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കൊച്ചു കഥ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. Next code letter C on the stage. Judges, please note code letter C on the stage. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മുഅ്ജിസത്താണ്. കേട്ടിട്ടില്ലേ നിങ്ങൾ അബൂലഹബിനെ? അയാൾക്കൊരു ഭാര്യയുണ്ടായിരുന്നു. ഓ, അതിലേറെ വൃത്തികെട്ടവൾ. കേൾക്കണോ നിങ്ങൾക്ക് അവളുടെ ക്രൂരത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടക്കുന്ന വഴിയിൽ അവൾ കടുത്ത മുള്ളി വിതറുമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂക്കളിൽ ചവിട്ടി പോകുന്നത് പോലെ അതിലൂടെ നടന്നു പോകുമായിരുന്നു. അപ്പോൾ അവൾക്ക് ദേഷ്യം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവൾ കുറേ തെറി വിളിക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്നതുപോലെ അതിലൂടെ നടന്നു പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കെ മസ്ജിദുൽ ഹറമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സിലേക്ക് അവൾ ഓടി വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, നബിയെ, അങ്ങ് മാറി നിൽക്കണം, അവളുടെ നാവ് മോശമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവൾ എന്നെ കാണില്ല. അടുത്തേക്ക് വന്ന അവൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരക്കി. പിന്നെ അവൾ അവളുടെ കയ്യിലുള്ള കല്ല് ഉയർത്തിപ്പിടിച്ച് ഇതുകൊണ്ട് എറിയുമെന്ന് കുറെ ഭീഷണി മുഴക്കി. അവൾ ഇങ്ങനെ കുറെ പുലമ്പിച്ച് തിരിച്ചുപോയി. അവൾ പോയി എന്ന് ഉറപ്പായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, അല്ലയോ നബിയെ, അവൾ എന്താണ് നബിയെ കാണാത്തത്? അപ്പോൾ നബി പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ മുമ്പിൽ ചിറകു വിരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവൾ എന്നെ കാണാത്തത്. നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജൂനിയർ വിഭാഗം സ്റ്റോറി ടെല്ലിംഗ് കോമ്പറ്റീഷൻ തുടരുന്നു. ഇൻവൈറ്റിംഗ് കോഡ് ലെറ്റർ D to the stage. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രൗഢമായ ഈ വേദിയിൽ പ്രവാചക ജീവിതത്തിന്റെ ഒരു ശകലം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാഥൻ തുണക്കട്ടെ, ആമീൻ. ഇസ്ലാമിക പ്രബോധനം ചൂട് പിടിച്ച സമയം ഖുറൈശികൾ നബിതങ്ങൾക്കും അനുയായികൾക്കും നേരെ അക്രമങ്ങൾ നിരന്തരം അയച്ചുവിട്ടു. അക്രമങ്ങൾ കൊണ്ടൊന്നും തന്നെ നബിയെയും അനുയായികളെയും ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് ബോധമായപ്പോൾ ഖുറൈശികൾ മറ്റു തന്ത്രങ്ങൾ ആലോചിച്ചു തുടങ്ങി. അങ്ങനെ ഹാശിം വംശത്തിന്റെ മേൽ ഉപരോധം ഏർപ്പെടുത്തുക എന്ന തീരുമാനത്തിലെത്തി. ഇതിനുവേണ്ടി ഈ വംശങ്ങളുമായി യാതൊരുവിധ ഇടപാടുകളും ഉണ്ടാകില്ലെന്ന് കരാറുണ്ടാക്കി. കരാർ കഅബയുടെ കില്ലയിൽ കെട്ടിത്തൂക്കി. ഭാഷ കാരണം പട്ടിണിക്കിടലും അക്രമത്തെക്കാൾ ഫലപ്രദമാകുമെന്നാണ് ഖുറൈശികൾ വിചാരിച്ചത്. പക്ഷേ ഇസ്ലാമിക പ്രബോധനം കൊണ്ടുവന്നത് അസ്രത്ത് കൂട്ടുകാരായിരുന്നു ചെയ്തത്. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും കുടുംബവും മക്കയുടെ പുറത്തുള്ള ഒരു മരഞ്ചെരുവിൽ കഴിഞ്ഞുകൂടുകയാണ്. പലപ്പോഴും വിശന്നിട്ടും ആളുകളുമായി ബന്ധപ്പെടാൻ കഴിയാതെ കഷ്ടപ്പെട്ടു. ഖുറൈശികളിൽ ചിലർക്ക് അലിവ് തോന്നി. അങ്ങനെ ഭക്ഷണവും മറ്റു ആവശ്യ സാധനങ്ങളെല്ലാം അവർ രഹസ്യമായി എത്തിച്ചു. അതിൽ ഒരാളായിരുന്നു ഹിശാം ബിൻ അംർ. അങ്ങനെ ഹിശാം ബിൻ അംർ സുഹൈറിനെ കാര്യം അറിയിച്ചു. സുഹൈറിനോട് പറഞ്ഞു, നിന്റെ അമ്മാന്മാർ അവിടെ കഷ്ടപ്പെടുമ്പോൾ നീ ഇവിടെ ആഡംബര ജീവിതം നയിക്കുകയാണോ? ഇത് സുഹൈറിന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കി. സുഹൈർ കരാർ ദുർബലപ്പെടുത്തുവാൻ തീരുമാനിച്ചു. അങ്ങനെ സുഹൈറിന് പിന്തുണയായി പലരും രംഗത്ത് വന്നു.
സുഹൈർ കരാർ ദുർബലപ്പെടുത്തുവാൻ പ്രതിജ്ഞ എടുത്തു. അങ്ങനെ ഒരു ദിവസം സുഹൈർ കഅബ 7 വട്ടം തവാഫ് ചെയ്തു. എന്നിട്ട് ജനങ്ങളോടായി പറഞ്ഞു, മക്കയിലെ ജനങ്ങൾ അവിടെ കഷ്ടപ്പെടുമ്പോൾ നാം ഇവിടെ ആഡംബര ജീവിതം നയിക്കുന്നത് ശരിയല്ല. ബന്ധങ്ങളെ മുറിക്കുന്ന കരാർ നമുക്കെന്തിന്? ഇത് ദുർബലപ്പെടുത്തിക്കൂടെ? അങ്ങനെ എല്ലാവരും കൂടി ദുർബലപ്പെടുത്തുവാൻ ഒരുങ്ങിയപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. കരാറിന്റെ ഏകദേശ ഭാഗവും ചിതറി തിന്ന് കഴിഞ്ഞിരിക്കുന്നു. ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളെയും അറിയിച്ചു. അങ്ങനെ അവർ തിരിച്ചു വരികയും ചെയ്തു. ഇത് നമ്മുടെ നബിയുടെ ഒരു അധ്യായം ചുരുക്കി അവതരിപ്പിച്ചതാണ്. നാഥൻ തുണക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Next call letter E. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിവിടെ ഒരു കഥ പറയുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. പ്രത്യേകിച്ച് ഉപ്പമാരും ഉമ്മമാരും നന്നായി ശ്രദ്ധിക്കണം. എന്നാൽ കഥ തുടങ്ങാം. പണ്ട് എന്ന് വെച്ചാൽ മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലം. നബി ഒരു ഖബർസ്ഥാനിലെ അരികിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ അതാ ഒരു ഖബറിൽ നിന്ന് ഭയങ്കര കരച്ചിൽ കേൾക്കുന്നു. ആർത്ത് വിളിക്കുകയാണ് ഒരാൾ. നബിയുടെ മനം നൊന്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നബി വീണ്ടും അതുവഴി നടന്നു പോവുകയുണ്ടായി. അപ്പോൾ ആ ഖബറിന് ചുറ്റും റഹ്മത്തിന്റെ മലക്കുകൾ അടിയുറപ്പിച്ച് നിൽക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നബിയുടെ മനസ്സിൽ അതായിരുന്നു ചിന്ത. ഉടൻ തന്നെ അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ ഈസാ നബിയുടെ അരികിലേക്ക് വിട്ടു. ജിബ്രീൽ അലൈഹിസ്സലാം കാര്യം പറഞ്ഞു തുടങ്ങി. നബിയെ, ആ ഖബറാൾ മരിക്കുന്നതിന് മുമ്പ് അവന് ഒരു ചെറിയ മകനുണ്ടായിരുന്നു. ആ മകൻ ഇപ്പോൾ വലുതായി. അവൻ്റെ മാതാവ് അവനെ മതപഠനശാലയിലേക്ക് പഠിക്കാൻ അയച്ചു. അവിടുന്ന് അവൻ്റെ ഉസ്താദ് അവന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞു കൊടുത്തു. അവനത് ഉരുവിടാൻ തുടങ്ങി. അള്ളാഹു അവൻ്റെ പിതാവിൻ്റെ എല്ലാ ശിക്ഷകളും പുറത്തു കൊടുത്തു. ഭൂമിയുടെ മുകളിൽ വെച്ച് അവൻ്റെ മകൻ അള്ളാഹുവിൻ്റെ നാമം ചൊല്ലുന്നുണ്ടെങ്കിൽ ഭൂമിയുടെ അടിയിൽ വെച്ച് അവൻ്റെ പിതാവിനെ അള്ളാഹുവിനെ ശിക്ഷിക്കാൻ കഴിയുകയില്ലായിരുന്നു. എന്നാൽ എല്ലാവരും കഥ കേട്ടില്ലേ? ഇനി ഉപ്പമാരും ഉമ്മമാരും കേട്ടോളി. നമ്മൾ നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് പഠിക്കാൻ അയക്കുക. അവിടുന്ന് അവരുടെ ഉസ്താദുമാർ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അതിൻ്റെ ഒരു കൂലി നമുക്കും ലഭിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. സീനിയർ വിഭാഗം ഗ്രൂപ്പ് സോങ്ങിനുള്ള മത്സരാർത്ഥികൾ കോഡ് ലെറ്ററുകൾ സ്വീകരിക്കേണ്ടതാണ്. സീനിയർ വിഭാഗം ഗ്രൂപ്പ് സോങ്. നെക്സ്റ്റ് കോഡ് ലെറ്റർ F on the stage. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയ നബി സ്നേഹികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുകൾ പാടുകയും പറയുകയും ചെയ്യുന്ന ഒരു വേദിയിലാണല്ലോ നാം ഉള്ളത്. ഈ അസുലഭ മുഹൂർത്തത്തിൽ നിങ്ങൾക്കൊരു കൊച്ചു കഥ പറഞ്ഞു തന്നാലോ? ശ്രദ്ധിച്ച് കേട്ടോളി. പുന്നാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി തായിഫിലേക്ക് പോയ ചരിത്രം നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. ജനിച്ചു വളർന്ന നാട്ടിൽ സൗരവിവാഹാരം നടത്താൻ വയ്യാതെ വന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തായിഫിലേക്ക് യാത്ര പോയത്. തായിഫ് കുന്നു കയറി തുടങ്ങി നബി. മറുഭാഗത്തോ വടിയും കല്ലും കുന്തവുമൊക്കെയായി തായിഫ് നിവാസികൾ നബിയുടെ വരവും കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ പുന്നാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തായിഫിലെത്തി. കൂട്ടുകാരെ, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാത്തിരിക്കുന്ന കൂട്ടരിൽ അധികവും ഉണ്ടായിരുന്ന കുട്ടികളാണത്ര. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിലെത്തി. ക്ഷീണിച്ച് അവശനായി നിൽക്കുമ്പോഴാണ് വടിയും കുന്തവുമൊക്കെയായി തിരു സൗധത്തിലേക്ക് കുറെ കുട്ടികളും നിവാസികളും ഓടി വരുന്നത്.
അവർ ചോദിച്ചു, നീ ആരാണ്? നീ എന്തിനിവിടെ വന്നു? ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ഞാൻ നിങ്ങളെ ഇസ്ലാമിൽ സുന്ദര മതത്തിലേക്ക് ക്ഷണിക്കാനാണ് വന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിനയത്തോടെ പറഞ്ഞു. പക്ഷേ അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിധേയപ്പെട്ടില്ലെന്ന് മാത്രമല്ല, കുറെ വേദനിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദേഹത്ത് പലയിടത്തും മുറിവേറ്റു. കാലിൽ നിന്ന് രക്തമൊഴുകി. ഒരു തുള്ളി വെള്ളം പോലും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തില്ല. അങ്ങനെ ഒന്നും കിട്ടാതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ തന്നെ ബോധം കെട്ടി വീണു. ഒന്ന് സ്വതന്ത്രമായി നടക്കാൻ പോലും അവർ സമ്മതിച്ചില്ല. കൂട്ടുകാരെ, നമ്മളാണെങ്കിലോ ഉള്ള ജീവൻ കൊണ്ട് ഓടും, അല്ലെങ്കിലോ തിരിച്ച് പ്രതികരിക്കും. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒന്നും ചെയ്തില്ല. ഇതെല്ലാം കണ്ട് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നു. എന്നിട്ട് നബിയോട് ചോദിച്ചു, അല്ലയോ നബിയെ, ഈ 2 മലകളും ഇവരുടെ ദേഹത്തിട്ട് ഈ സമൂഹത്തെ ഒന്നടങ്കം നശിപ്പിച്ചാലോ? അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നോ, ഈ നിഷ്കളങ്കരായ കുട്ടികളെയും സമൂഹത്തെ നശിപ്പിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അഥവാ ഒരു നാൾ അവർ ഹിദായത്തിലേക്ക് വന്നാലോ? അത് അവർക്കും നമുക്കും നല്ലതല്ലേ? ഇവിടെ നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരുണയും ക്ഷമയും കാണാം. ഇതുപോലെ നമുക്കും ക്ഷമയും കരുണയും കാണിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് കോഡ് ലെറ്റർ ജി. അസ്സലാമു അലൈക്കും. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, സ്നേഹനിധികളായ ചിത്രശലഭങ്ങളെ, ഞാനിന്ന് നിങ്ങൾക്കൊരു കൊച്ചു കഥ പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. വിസ്മയം തീർത്ത വിരുന്ന സൽക്കാരം, അതാണ് എൻ്റെ കഥയുടെ പേര്. എന്നാൽ നമുക്ക് കഥയിലോട്ട് പോയാലോ? വിശപ്പ്, കൊടും വിശപ്പ്, അതികഠിനമായ വിശപ്പ് സഹിച്ചവർ യുദ്ധഭൂമിയിൽ കിടങ്ങുകീറുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിന് ഈ രംഗം കണ്ട് സഹിച്ചില്ല. ജാബിർ റളിയല്ലാഹു എന്ത് ചെയ്യുന്ന കൂട്ടുകാരെ, വേഗം ഒരാട്ടിൻകുട്ടിയെയും അല്പം ഗോതമ്പ് മാവ് സംഘടിപ്പിച്ച് തൻ്റെ വീട്ടിലോട്ട് മടങ്ങി. തൻ്റെ ഭാര്യയായ സുഹൈല ബീവിയെ വിളിച്ചു. സുഹൈല, ഓ സുഹൈല. വെപ്രാളത്തോടെ വിളി കേട്ട് സുഹൈല ബീവി തന്റെ ഭർത്താവിന് മുന്നിൽ അങ്ങ് നിന്നു. ജാബിർ എന്തോ അനു പറഞ്ഞു, മുത്തുനബിക്ക് വിശക്കുന്നുണ്ട്, നീ വേഗം ഭക്ഷണം തയ്യാറാക്ക്. ജാബിർ അനു കത്തിക്ക് മൂർച്ച കൂട്ടി ആടിനെ അറുത്തു. മുത്തുനബിയെ ക്ഷണിക്കാനായി അവിടുത്തെ ചാരത്തേക്ക് നീങ്ങി. പിന്നെ വീട്ടിൽ നടന്നതൊന്നും ജാബിർ റളിയല്ലാഹു അൻഹു അറിഞ്ഞില്ല. പിന്നെ വീട്ടിൽ നടന്നത് എന്താ കൂട്ടുകാരെ? ജാബിർ അനുവിന്റെ 2 പിഞ്ചോമന മക്കൾ ജാബിർ അനു ആടിഞ്ഞേർക്കുന്ന രംഗം നോക്കിയിരിപ്പുണ്ടായിരുന്നു. മൂത്തവൻ അനിയനോട് ചോദിച്ചു, അനിയ, വാപ്പ ആടിഞ്ഞേർത്തതുപോലെ നിന്നെ ഞാൻ അറുക്കട്ടെ? എന്താണ് മരണമെന്നോ എന്താണ് അറവെന്നോ നിശ്ചയമില്ലായിരുന്നു. പിഞ്ചു മക്കളല്ലേ അവർ. മൂത്തവൻ നേരെ അനിയനെ വാപ്പ ആടിഞ്ഞറുത്തതുപോലെ അറുത്തു. സുബ്ഹാനല്ലാഹ്, ആ പിഞ്ചോമക്കലിൽ നിന്ന് രക്തം ചാലിട്ടൊഴുകി, പേശികൾ വലിഞ്ഞു മുറുകി. എന്ത് ചെയ്യണമെന്നറിയാതെ മൂത്തവൻ തിടുക്കത്തിൽ അവിടം വിട്ടോടി. പെട്ടെന്നാണ് ഒരു സംഭവം കൂടി നടക്കുന്നത്. അവൻ നേരെ കത്തിയിലേക്ക് തന്നി വീണു. ഇന്നാലില്ലാഹ്, ഏട്ടനും ഈ ലോകത്തോട് വിടയായി. മരണത്തിന്റെ ഇരുൾ നിറഞ്ഞ പാതയിലേക്ക് ഒരു വീട്ടിലെ 2 മക്കൾ, അതും ഒരേ സമയം. സ്നേഹനിധിയായ സുഹൈല ബീവി ഇതെങ്ങനെ സഹിക്കും? ഇല്ല, ലോകത്തുള്ള ഒരുമ്മയ്ക്കും ഇത് സഹിക്കാനാവുകയില്ല. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ക്ഷണം സ്വീകരിച്ച് മുത്തുനബിയും സഹാബത്തും ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് നടന്നു. അങ്ങനെ സുഹൈല ബീവിയുടെ മനസ്സ് ഒരു കുളിരി വീശി. പെട്ടെന്ന് ജാബിർ റളിയല്ലാഹു അൻഹു സ്നേഹത്തോടുള്ള വിളി വീണ്ടും സുഹൈല ബീവി വിളിച്ചു, സുഹൈല. അപ്പോൾ സുഹൈല ബീവി നബിക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്ത് നബിക്ക് കൊണ്ടു കൊടുത്തു. നബി ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോഴാണ് നബിയുടെ ഒരു ചോദ്യം.
ജാബിർ, നിന്റെ മക്കൾ എവിടെ? അങ്ങനെ ജാബിർ സുഹൈല ബീവിയോട് ചോദിച്ചു, സുഹൈല, മക്കൾ എവിടെ? പല തരത്തിലും സുഹൈല ബീവി വിഷയം മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ വീണ്ടും 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 നബി തങ്ങൾ മക്കളെ ചോദിച്ചു. വെപ്രാളത്തോടെ സുഹൈല ബീവി എല്ലാം പറഞ്ഞു. കണ്ണീരിൽ കുതിർന്ന ജാബിർ റളിയല്ലാഹു എല്ലാം മുത്തുനബിയോട് പറഞ്ഞു. അപ്പോൾ മുത്തുനബി പറഞ്ഞു, ഞാൻ തന്നെ അവരെ വിളിക്കാം. പെട്ടെന്ന് ജാബിർ റളിയല്ലാഹു നിശബ്ദനായി. അങ്ങനെ മുത്തുനബി ചോരയിൽ കുളിച്ച 2 പിഞ്ചോമന മക്കളെ വിളിച്ചു. മക്കളെ, ജാബിറിന്റെ മക്കളെ, ഇങ്ങോട്ട് വരൂ. അനുസരണയുള്ള മക്കളെ പോലെ അവർ മുത്തുനബിയുടെ അരികിലേക്ക് ചെന്നു. അവരുടെ കണ്ണുകൾക്കത് വിശ്വസിക്കാനേ ആയില്ല. അങ്ങനെ വിസ്മയം തീർത്ത വിരുന്ന് സൽക്കാരത്തിന് ജാബിർ റളിയല്ലാഹുവിന്റെ വീട് സാക്ഷിയായി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. Next call letter H on the stage. അസ്സലാമു അലൈക്കും. ബഹുമാനമുള്ള ഉസ്താദുമാരെ, സ്നേഹിതരായ രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ മനോഹരമായ വേദിയിൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കൊച്ചു കഥ അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. നാഥൻ തുണക്കുമാറാവട്ടെ. ആമീൻ. എൻ്റെ കഥയുടെ പേര് പ്രവാചക പ്രശ്ന പരിഹാര കോളനി. ഒരിക്കൽ അറബിക്കടലിൽ തങ്കോരുമയും തറവാട് മാഹിമയും കൊടി കുത്തിവാടിയിരുന്ന കാലം. ഞങ്ങളാണ് മഹത്തമായ ഗോത്രക്കാർ എന്നും ഞങ്ങളാണ് ഉന്നതർ എന്നും മേനിയടക്കുകയും അതിനുവേണ്ടി സംഘർഷങ്ങൾ വരെ പതിവാക്കുകയും ചെയ്ത മക്കാർക്കിടയിൽ അന്നൊരു ദിവസം വലിയൊരു തർക്കം മുതലെടുത്തു. അന്ന് മക്കയിലുണ്ടായ വലിയൊരു വെള്ളപ്പൊക്കം കാരണം കഅബാലയത്തിന് കേടുപാടുകൾ സംഭവിച്ചു. അത് പുതുക്കി പണിയാൻ മക്കക്കാർ തീരുമാനിച്ചു. അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പുതുക്കി പണിയാൻ അവർ പങ്കാളികളായി. ഒരു കൂട്ടം ആളുകൾ കല്ല് ചുമക്കുന്നു, വേറൊരു കൂട്ടം ആളുകൾ മണ്ണ് കൊണ്ടുവരുന്നു, മറ്റു കൂട്ടം ആളുകൾ ജോലിയിൽ ഏർപ്പെട്ടവർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നു. അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് നമ്മുടെ കഥയുടെ ക്ലൈമാക്സ് വരുന്നത്. കഅബയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഹജറുൽ അസ്വദ് അതിന്റെ യഥാസ്ഥാനത്ത് ആര് വെക്കും? അവിടെ വലിയൊരു ബഹളമുണ്ടായി. എല്ലാ ഗോത്രക്കാരും പറഞ്ഞു, ഞങ്ങളാണ് മഹത്തമായവർ, ഞങ്ങളാണ് ഉന്നതർ, ഞങ്ങളാണ് അതിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞു. പക്ഷെ ആരും വിട്ടുകൊടുത്തില്ല. ഞാൻ വെക്കാന്ന് പറഞ്ഞ് വീണ്ടും ബഹളമുണ്ടാക്കി. അങ്ങനെ ഒരു ഗോത്രത്തിൽ നിന്ന് ഒരു മുതിർന്ന ആൾ പുറകിൽ നിന്ന് വന്നു. എന്നിട്ട് പറഞ്ഞു, കഅബയിൽ ഇനി ആദ്യം വരുന്ന ആളെ നമുക്ക് മധ്യസ്ഥനാക്കാം. അദ്ദേഹം പറയുന്ന എന്ത് നമ്മൾ ചെയ്യാൻ തയ്യാറാവണം. കുറച്ചു സമയത്തിന് ശേഷം അവർ കാത്തിരിപ്പ് തുടങ്ങി. ആരും വരുന്നില്ല. വീണ്ടും വീണ്ടും നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ നോക്കൂ, അതാ അങ്ങ് നോക്കൂ, ആരോ ഒരാൾ വരുന്നുണ്ട്. ആരായിരിക്കും അത്? അടുത്തെത്തിയപ്പോഴല്ലേ മനസ്സിലായത് നമ്മുടെ അലാമീനാണ്. തങ്ങൾ വന്നതിന് ശേഷം എല്ലാവരും നിശബ്ദരായി. നേരത്തെ വന്ന് പറഞ്ഞ ആ മുതിർന്ന ആൾ വന്ന് തങ്ങളോട് എല്ലാം വിശദീകരിച്ച് പറഞ്ഞു. തങ്ങളത് ബഹുമാനപൂർവം എല്ലാം ചെയ്തു. അവസാനം പറഞ്ഞു, ഒരു വിരിപ്പ് കൊണ്ടുവരാൻ. അവർ ഒരു വിരിപ്പ് കൊണ്ടുവന്ന് അവിടെ വിരിച്ചു. നബി തങ്ങൾ ഹജറുൽ അസ്വദ് ബഹുമാനപൂർവം അതെടുത്ത് അവിടെ വെച്ചു. എന്നിട്ട് ഓരോ ഗോത്രക്കാരിൽ നിന്നും ഒരാളെ വെച്ച് തിരഞ്ഞെടുത്തു. അവരോട് പറഞ്ഞു, വിരിപ്പിന്റെ ഓരോ അറ്റത്തും പിടിക്കാൻ.
അവർ അതനുസരിച്ച് പിടിച്ചു. എന്നിട്ട് അത് കഅബയുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. നബി തങ്ങൾ അത് ബഹുമാനപൂർവ്വം അതെടുത്ത് അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് വെച്ചു. എല്ലാവർക്കും സന്തോഷമായി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ജൂനിയർ വിഭാഗം സ്റ്റോറി ടെല്ലിംഗ്. ലാസ്റ്റ് കോഡ് ലെറ്റർ ഐ ഓൺ ദി സ്റ്റേജ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹനിധികളെ, സുഹൃത്തുക്കളെ, ഈ സുദിനത്തിൽ നബി തങ്ങളുടെ ബർക്കത്തിന്റെ പുണ്യത്തെ സംബന്ധിച്ച് അല്പം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അസാധാരണ മനുഷ്യനായിരുന്നു. ലോകത്ത് തുല്യതയില്ലാത്ത ഒരു നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ശരീരത്തിന് ഏറെ മഹത്വമുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയായിരുന്നു വലിയ ബുദ്ധിമാന്മാരായ സഹാബാക്കൾ. ഹജ്ജത്തുൽ വദാഇന്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി മുറിച്ചു. ആ മുടി അബൂ തൽഹ റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചു. ഇത് ജനങ്ങൾക്ക് വീതിച്ചു നൽകാൻ പറഞ്ഞു. അബൂ തൽഹ റളിയല്ലാഹു സഹാബാക്കൾക്ക് വീതിച്ചു നൽകി. ഇത് ലഭിച്ച സഹാബാക്കൾ സൂക്ഷിച്ചു വെക്കുകയും ബർക്കത്തെടുക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പിലും മുടിയിലും മറ്റു അവശിഷ്ടങ്ങളിലും ബർക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പിന് കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടായിരുന്നു. ഉമ്മ സലീം റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് എടുത്ത് കുപ്പിയിലാക്കി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് ഉമ്മ സലീം ഈ കാണിക്കുന്നത്? അവർ പറഞ്ഞു, ബർക്കത്തിനും സുഗന്ധത്തിനും വേണ്ടിയാണ് ഇത് എടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു, നീ പറഞ്ഞത് വാസ്തവമാണ്. മറ്റൊരു സംഭവം നോക്കൂ. അസ്മാ ബീവി റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജുബ്ബ സൂക്ഷിച്ചിരുന്നു. കുട്ടികൾക്ക് രോഗം വരുമ്പോൾ ഇത് വെള്ളത്തിൽ മുക്കി ഇതിന്റെ വെള്ളം കുട്ടികൾക്ക് കൊടുക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല എന്നതിന് ഇതുപോലുള്ള പല തെളിവുകളുമുണ്ട്. പല അചേതന വസ്തുക്കളും ജീവജാലങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചിട്ടുണ്ട്. വൃക്ഷങ്ങളും കല്ലുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞിട്ടുണ്ട്, പരാതി പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുറിക്കപ്പെട്ട നഖങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹു സൂക്ഷിച്ചു വെച്ചു. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ കഫൻ പുടവയിൽ ഇത് വെക്കണമെന്ന് വസിയത്ത് ചെയ്യുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരാചരണം കൊണ്ട് ബർക്കത്തെടുക്കൽ തൗഹീദിന്റെ ഭാഗമാണ്. അല്ലാഹുവിലും റസൂലിലുമുള്ള വിശ്വാസത്തിന്റെയും ഭാഗമാണ്. അവയെ ബഹുമാനിക്കലും ബർക്കത്തെടുക്കുകയും ചെയ്യൽ വലിയ പുണ്യമുള്ള കാര്യങ്ങളാണ്. ഈ സന്ദേശത്തിൽ അഹ്ലു സുന്നയുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ബർക്കത്തെടുക്കൽ പുണ്യമാണെന്ന് സന്ദേശം നൽകി. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കൊച്ചു കഥ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതോടുകൂടെ ജൂനിയർ